ബഹുമാന്യരായ എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ദൈവദാസന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം അറിയിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 13-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മളെ ഒരുമിച്ച് കൊണ്ടുവന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞാൻ ചോദിക്കുകയാണ്. എനിക്ക് വേണ്ടിയും ഈ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി, ഹാർവസ്റ്റ് ടിവിക്ക് വേണ്ടി നിങ്ങൾ വിശേഷാൽ പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡി പരമ്പരയിൽ ആ പുസ്തകത്തിൻ്റെ 2-ാമത്തെ വിഭജനത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അതിൽ യെരുശലേം സഭയുടെ 7 ഗുണങ്ങൾ, ക്വാളിറ്റികൾ നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വചനം വരെ യെരുശലേം സഭയെക്കുറിച്ചാണ് തിരുവെഴുത്ത് പറയുന്നത്. യെരുശലേം സഭയാണ് ആദ്യത്തെ സഭ. ആ സഭയുടെ 7 ക്വാളിറ്റികൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഒന്നാമതായി, അവർ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. 2, പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സഭയായിരുന്നു. അതായത് ദൈവവചനത്തിന് വളരെയധികം പ്രാധാന്യത കൊടുത്ത സഭയാണ് യെരുശലേം സഭ. 3, ദൈവശക്തിയുടെ വ്യാപാരം അവരിലൂടെ ഉണ്ടായി. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത സഭയാണ്. 4, അവർ ഉപദ്രവിക്കപ്പെട്ട സഭയാണ്. വളരെയധികം കഷ്ടതകൾ കർത്താവിൻ്റെ നാമനിമിത്തം അവർ സഹിക്കുകയുണ്ടായി. അതും നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് ശ്രദ്ധിച്ചു. 5, അവർ കരുതുന്ന സഭയായിരുന്നു, പ്രൊവൈഡിങ് ചർച്ച്. അവരുടെ ഇടയിൽ മുട്ടുള്ള ഒരാൾ ഉണ്ട് എന്നവർക്ക് ബോധ്യമായാൽ അവർ ആ പ്രിയപ്പെട്ടവരെ സഹായിച്ചിരുന്നു. അതിന് വസ്തുവകകളുള്ള ആളുകൾ അതാത് സമയങ്ങളിൽ അവരുടെ വസ്തുവകകൾ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ആ പണം വയ്ക്കുമായിരുന്നു. അങ്ങനെ ആ പണത്തിൽ നിന്ന് അവർ മുട്ടുള്ളവർക്ക് സഹായങ്ങൾ കൊടുത്തിരുന്നു. 6, നാം ശ്രദ്ധിച്ചത് അവർ ഒരു വിശുദ്ധ സഭയായിരുന്നു, പ്യുവർ ചർച്ച്. അനന്യാസും സഫീറയുടെയും വിഷയത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഒരു നിലയിലും അശുദ്ധിയോട് കോംപ്രമൈസ് ചെയ്യുവാൻ ആ സഭ തയ്യാറായില്ല. അനേക ആളുകൾ ചിന്തിക്കുന്നത് വിശുദ്ധിയുടെ പ്രസംഗം പ്രസംഗിച്ചാൽ, ആളുകളെ അത് പഠിപ്പിച്ചാൽ സഭാ വളർച്ച കുറയുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ദൈവവചനം നമ്മളെ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. സഭ വിശുദ്ധമായതുകൊണ്ട് ആത്മാക്കൾ കടന്നു വരാതിരിക്കുകയില്ല, അവിടെയും ദൈവസഭ വളരും. ഈ തരുണത്തിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. സഭ വിശുദ്ധമായി നിന്നാൽ പരിശുദ്ധ ആത്മാവിന് ഇറങ്ങി പ്രവർത്തിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഇത്രയധികം ആ 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പ്രവർത്തിക്കുവാൻ കാരണങ്ങൾ പലതുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം അവരവരെ തന്നെ വിശുദ്ധമായി സൂക്ഷിച്ചു എന്നുള്ളതാണ്. ഹോളി സ്പിരിറ്റാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ നിൽക്കുവാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കളിൽ ഇറങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും അവസാനം 7-ാമതായി നമ്മൾ ശ്രദ്ധിച്ചത് പ്രോഗ്രസിംഗ് ചർച്ച്, അവർ വളരുന്ന സഭയായിരുന്നു.
അതിൻ്റെ പല റെഫറൻസുകൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രതികൂലത്തിൻ്റെ നടുവിലും കഷ്ടതകളുടെ നടുവിലും സഭാ വളർച്ചയ്ക്ക് ഒരു കോട്ടമുണ്ടായില്ല. യെരുശലേം സഭ വളരുന്ന സഭയായിരുന്നു. അപ്പോസ്തലന്മാർ മാത്രമല്ല സുവിശേഷം പറഞ്ഞത്, തിരഞ്ഞെടുക്കപ്പെട്ട ഡീക്കന്മാർ ദൈവവചനം പ്രഘോഷിച്ചിരുന്നു. സാധാരണ വിശ്വാസികൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രഘോഷിച്ചിരുന്നു. അങ്ങനെ സഭ വളർന്നു. അവർ പറഞ്ഞ വചനത്തെ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വചനത്തെ ദൈവം ഉറപ്പിച്ചു എന്ന് നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നത് യെരുശലേം സഭയുടെ ആദ്യത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസിനെ കുറിച്ചാണ്. 6-ാം അധ്യായം 7-ാം അധ്യായം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് സ്തേഫാനോസിനെ കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സ്തേഫാനോസിൻ്റെ ആ മരണം വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടായതായിട്ട് നമ്മൾക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായി കഴിയും. 8-ാം അധ്യായത്തിലും ഒക്കെ യെരുശലേം സഭയിൽ നിന്ന് ഉപദ്രവം നിമിത്തം ഓടിപ്പോയവരിലൂടെയാണ് ദൈവസഭ പിൻകാലങ്ങളിൽ വളരുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. സ്തേഫാനോസിൻ്റെ ഈ മെസ്സേജ് വളരെ പ്രധാനപ്പെട്ട മെസ്സേജാണ്. അനേക വിഷയങ്ങൾ ഈ ഭക്തനോടുള്ള ബന്ധത്തിൽ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയത് വളരെ ചുരുക്കമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിലാണ് സ്തേഫാനോസ് രംഗത്ത് വരുന്ന പശ്ചാത്തലം നാം കാണുന്നത്. ഇതിനോടകം ആ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. 6-ാം അധ്യായത്തിലെ 1-ാം വാക്യം വായിച്ചാൽ, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ദൈവസഭയിൽ ഒരു പ്രശ്നം വരുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആദ്യത്തെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ, ചർച്ച് ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ പ്രോബ്ലംസും വെളിപ്പെട്ട് വരുവാൻ സാധ്യത ഉണ്ട്. പ്രോബ്ലംസ് ചർച്ച് ഗ്രോത്തിൽ വരുന്നത് സാധാരണയാണ്. അഭിഷേകം തളം കെട്ടി നിൽക്കുന്ന പത്രോസിനെ പോലെയുള്ള ശ്രേഷ്ഠരായ അപ്പോസ്തലന്മാർ നേതൃത്വം കൊടുക്കുന്ന യെരുശലേം സഭയിൽ പിറുപിറുപ്പുണ്ടായി എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായി നമ്മൾക്ക് കാണിച്ചു തരികയാണ്. അല്പം കൂടെ നമ്മൾ ആഴത്തിൽ അത് ശ്രദ്ധിച്ചാൽ സഭയെ രണ്ടാക്കത്തക്കവണ്ണമുള്ള വിഷയമാണ് അവിടെ വെളിപ്പെട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. സഭാ വളർച്ചയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് പ്രോബ്ലംസും വരുവാൻ സാധ്യതയുണ്ട്. ഇവിടുത്തെ പ്രശ്നം നമ്മൾ ശ്രദ്ധിച്ചാൽ ആദ്യത്തെ യെരുശലേം സഭയിലെ വിശ്വാസികൾ എന്ന് പറയുന്നത് എബ്രായ യഹൂദന്മാരായിരുന്നു. വാസ്തവത്തിൽ നേതൃത്വം മുഴുവനും എബ്രായ യഹൂദന്മാരാണ്. എബ്രായ ഭാഷ കൈകാര്യം ചെയ്യുന്ന പലസ്തീൻ നാട്ടിൽ തന്നെ പാർക്കുന്ന വിശ്വാസികളാണ് പ്രധാനമായും ആദ്യം യെരുശലേം സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ സഭ വർദ്ധിച്ചു വന്നപ്പോൾ യവനായ യഹൂദന്മാരും ദൈവസഭയുടെ അംഗങ്ങളായി. അവർ ഗ്രീക്ക് ഭാഷ സംസാരിക്കുന്നവരാണ്. ഒത്തിരി പാരമ്പര്യങ്ങളുമായി ഒന്നും അവർക്ക് ആഴമേറിയ ബന്ധം ഇല്ലാത്തവരാണ്. എബ്രായ യഹൂദന്മാർക്ക് ഗ്രീക്ക് ഭാഷ അറിയാമെങ്കിലും യവനായ യഹൂദന്മാർ ഗ്രീക്ക് മാത്രമാണ് സംസാരിക്കുന്നത്. എബ്രായ ഭാഷ അവർക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഈ രണ്ട് ഗ്രൂപ്പുകൾ, അവർ രണ്ടും യഹൂദന്മാരാണെങ്കിലും
കൾച്ചറൽ ഡിഫറൻസുകളും ഭാഷാപരമായ വ്യത്യാസങ്ങളും ഉള്ള രണ്ട് ഗ്രൂപ്പുകൾ സഭ മുന്നോട്ട് വളർന്നപ്പോൾ ആ സഭയിൽ ഉണ്ടായി. ആ പശ്ചാത്തലത്തിൽ ദൈവമക്കൾക്കറിയാമല്ലോ, 4-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുന്നു ദൈവസഭയിൽ ഒരു പതിവുണ്ട്. മുട്ടുള്ളവർക്ക് അവർ ധനസഹായവും വസ്ത്രം, ഭക്ഷണം ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന പതിവുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ വിധവമാർക്ക് ശുശ്രൂഷ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് കേവലം ഭക്ഷണമായിട്ട് മാത്രം ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെങ്കിൽ ഡേ ടു ഡേ അലവൻസുകളായി സാമ്പത്തികമായ നന്മകൾ അവർക്ക് ഒരു പക്ഷെങ്കിൽ കൊടുത്തു കാണാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാകുന്നത്. ഈ പ്രോബ്ലം പെട്ടെന്നൊരു ദിവസം ഉണ്ടായതായി ഞാൻ കരുതുന്നില്ല. ഒരു പക്ഷെങ്കിൽ സ്ഥിരമായി ഇങ്ങനെ ഇത് യവനായ യഹൂദന്മാർ നോട്ട് ചെയ്ത വിഷയമായിരിക്കാം. അതിന് പരിഹാരം കാണാത്തത് കൊണ്ട് ഒരു ദിവസം ഇത് പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ട് വരികയാണ്. എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയാണെങ്കിലോ. കാലങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നത്. പക്ഷെ നാളുകളായി അത് രഹസ്യത്തിൽ ഇരിക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു ദിവസം വെളിപ്പെട്ട് വരുന്നത്. ഇവിടെയും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവരുടെ പരാതി ഇതാണ്: തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പണ്ടുകാലത്ത് ദൈവം തൻ്റെ ജനത്തെ, ഇസ്രായേൽ മക്കളെ മരുഭൂമിയിലൂടെ നടത്തിയപ്പോൾ അവർ പതിവായി പിറുപിറുക്കുമായിരുന്നു. അതുപോലെയുള്ള ഒരു പ്രശ്നമാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഈ സഹോദര സ്നേഹത്തിന് ഒരു വിള്ളലുണ്ടാകുന്നതായിട്ട് നമുക്ക് ഇവിടെ ചിന്തിക്കാൻ കഴിയും. എബ്രായ യഹൂദന്മാർക്കെതിരെ യവനായ യഹൂദന്മാർ പിറുപിറുക്കുകയാണ്. അതിന് വിഷയമാണ് അവിടെ എഴുതിയിരിക്കുന്നത്: തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, അപ്പോസ്തലന്മാരാണ് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അവരിത് മനഃപൂർവമായി യവനായ യഹൂദന്മാരെ അവഗണിച്ചതല്ല. ധാരാളം മിനിസ്ട്രികൾ അവർ ചെയ്യുന്നത് കൊണ്ട് അവരിത് ഒരു സ്കിപ്പ് അവരുടെ ജീവിതത്തിൽ വന്നു പോയതാണ്, മിനിസ്ട്രിയിൽ വന്നു പോയതാണ്. മനഃപൂർവ്വം അവഗണിച്ചതായി നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല. പക്ഷെ ബിസി ആയതുകൊണ്ട് വേണ്ടവണ്ണം അവർക്ക് ഈ വിധവമാരുടെ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല. അതാണ് വാസ്തവത്തിൽ ഇവിടുത്തെ സംഭവം. അതുകൊണ്ട് ഈ അപ്പോസ്തലന്മാർ ഈ പ്രശ്നത്തോട് പ്രതികരിക്കുന്നത് അതിൻ്റെ 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പന്തിരുവർ ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി. ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി എന്ന് നമ്മൾ അർത്ഥമാക്കേണ്ടത്, ഇന്നത്തെ ഒരു പ്രയോഗം പറഞ്ഞാൽ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി. എന്നിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. അപ്പോൾ അവിടെ ഒരു പ്രധാന വിഷയം, ഇവർ ബിസി ആയതാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വാക്യം അതിന് സൂചനയാണ്. ദൈവവചനം ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അപ്പോസ്തലന്മാരെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ ഹിതം. അതുപോലും വിട്ടിട്ട് അവർ മേശകളിൽ ശുശ്രൂഷിക്കത്തക്കവണ്ണം അവർ ബിസിയായി. കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാനതിനെ കാണുന്നത്, ഈ ബിസിയാക്കുന്നത് വളരെ സബ്റ്റിലായിട്ടുള്ള ശത്രുവിൻ്റെ ഒരു അറ്റാക്കാണ്. ദൈവത്തിൻ്റെ വചനത്തെ കുറയ്ക്കുവാൻ ഏതെങ്കിലും ചർച്ചുകളിൽ
ഒരു അറ്റാക്ക് നടക്കുന്നുണ്ടെങ്കിൽ ദൈവജനം ആ വിഷയത്തിൽ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അത് ശത്രുവിൻ്റെ അറ്റാക്കാണെന്ന് മനസ്സിലാക്കി ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. അനേക ദൈവദാസന്മാർക്കുണ്ടാകാമെന്ന ഒരപകടമാണ്, ദൈവസഭകളിൽ ഉണ്ടാകാമെന്ന ഒരപകടമാണിത്. അവർ തന്നെ ഈ പ്രശ്നം വന്നപ്പോഴാണ് ഈ ഗൗരവമേറിയ കാര്യം പെട്ടെന്ന് അവർ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ കാര്യം മനസ്സിലാക്കുകയും കുറവ് അവരുടെ ഭാഗത്താണെന്ന് നേതൃത്വത്തിന് മനസ്സിലായി. വെറുതെ സഭയിൽ പ്രശ്നമുണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇവരുടെ പരാതി ന്യായമായുള്ള പരാതിയാണ്. കാരണം അവരിത് നോട്ട് ചെയ്യുന്ന കാര്യമാണ്. അവരുടെ വിധവമാർക്ക് വേണ്ടവണ്ണമുള്ള ശുശ്രൂഷ ലഭിക്കുന്നില്ല, അവർ അവഗണിക്കപ്പെടുന്നു. ആ വിഷയമാണ് പെറുപെറുപ്പായി മാറിയത്. അപ്പോൾ അപ്പോസ്തലന്മാർക്ക് ബോധ്യമായി അത് ന്യായമാണ്. അവര് ബിസി ആയിപ്പോയി, അതുകൊണ്ട് അവർക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ വേർഡ് മിനിസ്ട്രി, ദൈവവചന ശുശ്രൂഷയും ഇഫക്റ്റഡായി. എന്നിട്ട് 3-ാം വാക്യത്തിൽ, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുവീൻ, അവരെ ഈ വേലയ്ക്ക് ആക്കാം. പരിഹാരവും പറഞ്ഞു. അപ്പോസ്തലന്മാർക്ക് ബോധ്യമായി, മനഃപൂർവ്വമല്ല അവരിത് ചെയ്തത്. അവരുടെ ആ സീൽ നിമിത്തം, ആവേശം നിമിത്തം എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാനുള്ള ഒരാഗ്രഹം അവരിൽ ഉണ്ടായി. അങ്ങനെ അവർ ചെയ്തു. പക്ഷേ അത് പ്രോബ്ലം ഉണ്ടാക്കി. അത് പ്രോബ്ലമാണ്, ജെനുവിനാണ് എന്നവർ മനസ്സിലാക്കിയപ്പോൾ അവരാ ശുശ്രൂഷ, മേശകൾ മേലുള്ള ശുശ്രൂഷ, ആ സോഷ്യൽ വർക്ക് പ്രാപ്തിയുള്ള ആളുകൾക്ക് അവർ കൈമാറുവാൻ തയ്യാറായി. യെരുശലേം സഭ മിനിസ്ട്രി ഡെലിഗേറ്റ് ചെയ്യാൻ തയ്യാറായ ചർച്ചാണ്. അങ്ങനെ ആ പ്രോബ്ലം അവിടെ സോൾവ് ആകുകയാണ്. അവർ തന്നെ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് പകരം അവര് പരാതിയുള്ളവരോട് പറയുകയാണ്, ഒരു കാര്യം ചെയ്, നിങ്ങൾ തന്നെ ഒരു 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. പക്ഷേ തിരഞ്ഞെടുക്കുവാനുള്ള ഒരു ക്രൈറ്റീരിയ അവരവിടെ വെക്കുന്നുണ്ട്. അടുത്ത വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. അവരുടെ പ്രൈമറി കോളിങ്ങിലേക്ക് അവർ മടങ്ങി വരികയാണ്. ഇടയ്ക്ക് വെച്ച് അതിൽ ചെറിയൊരു സ്ലിപ്പിങ് വന്നതായി നമുക്ക് ഈ വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഗ്രഹിക്കുവാൻ കഴിയും. പക്ഷെ അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് ബോധ്യമായപ്പോൾ വേർഡ് മിനിസ്ട്രിയിലും പ്രാർത്ഥനയിലും അവർ ഉറ്റിരിക്കുവാൻ പിന്നെയും തീരുമാനമെടുക്കുകയാണ്. വേർഡ് മിനിസ്ട്രിയും പ്രാർത്ഥനയും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഈ തരുണത്തിൽ ഞാൻ ദൈവമക്കൾക്ക് ഒരു സൂചന തരികയാണ്. പ്രാർത്ഥനയിലാണല്ലോ ദൈവവചനത്തിൻ്റെ ആഴങ്ങളും വെളിപ്പാടുകളും പരിശുദ്ധാത്മാവ് ബോധ്യമാക്കി തരുന്നത്. തിരുവെഴുത്തുകൾ പരിശോധിച്ചാൽ പലയിടത്തും വേർഡ് ആൻഡ് പ്രെയർ ഒരുമിച്ച് പോകുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കുവാൻ കഴിയും. ഇവിടെ അവർ അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്നിട്ട് 5-ാം വാക്യത്തിൽ, ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷന്മാരായ, ശ്രദ്ധിക്കുക, സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊഖരോസ്, നിക്കാനോർ, തിമോൻ, പർമെനാസ്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലവാസ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. അവ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചർച്ച് ഗ്രോത്ത് നിമിത്തം പ്രോബ്ലം ഉണ്ടായി. ആ പ്രശ്നത്തെ
വളരെ ടാക്ട്ഫുള്ളായി ദൈവീക ജ്ഞാനത്തിൽ നിന്ന് നേതൃത്വം അതിനെ കൈകാര്യം ചെയ്തപ്പോൾ ആ പ്രശ്നം ഒരു അനുഗ്രഹമായി മാറുകയാണ്. ജനറൽ ബോഡിക്ക് അത് സന്തോഷമായി. മാത്രമല്ല, അടുത്ത ലെവൽ ഓഫ് ലീഡർഷിപ്പ് അവിടെ മുന്നോട്ട് വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതൊരു വലിയ ചിന്തയായിട്ട് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഇവിടെ നമ്മൾ അപ്പോസ്തലന്മാരെ ശ്രദ്ധിച്ചാൽ ആ പ്രശ്നം വന്നപ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്തില്ല. ഞങ്ങൾ കഴിയുന്നിടത്തോളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ഒക്കുകയുള്ളൂ എന്ന് അവരെ ഡിഫെൻഡ് ചെയ്യാൻ അവർ പോയില്ല. രണ്ടാമത്, ഈ കംപ്ലൈൻറ്റ് കൊണ്ടുവന്ന യവനായ യഹൂദന്മാരെ അടിച്ചമർത്തുവാനോ വിമർശിക്കുവാനോ ഒന്നും അവർ തയ്യാറായില്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു മാറ്റത്തിന് അവർ ഓപ്പണായിരുന്നു. പലപ്പോഴും പലരും ചേഞ്ചുകൾക്ക് ഓപ്പൺ അല്ലാത്തത് ഒരു പക്ഷെങ്കിൽ അവരുടെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ ആകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ദൈവദാസന്മാർ, ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവമാണ് ഒരു ശുശ്രൂഷ തന്നതെങ്കിൽ ലോകത്തിൽ ആർക്കും അത് എടുത്തു കളയുവാൻ കഴിയുകയില്ല. അതാത് സമയങ്ങളിൽ ദൈവസഭയ്ക്ക് ആവശ്യമാകുന്ന ചേഞ്ചുകൾ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസിൽ നിന്നുകൊണ്ട് പരിജ്ഞാനത്തിൽ കാര്യങ്ങൾ ചെയ്താൽ അത് തീർച്ചയായും അനുഗ്രഹമായി മാറും. ഇവിടെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മുൻപാകെ ഒരിക്കൽ കൂടെ ഞാൻ കൊണ്ടുവരികയാണ്. വെറുതെ ദൈവസഭകളിൽ പ്രശ്നമുണ്ടാക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. ന്യായമല്ലാത്തത് പറഞ്ഞ് ദൈവദാസന്മാരെ ഉപദ്രവിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്യുന്ന എത്രയെത്ര ആളുകളുണ്ട്. ജഡത്തിൽ അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് ദൈവസഭയുടെ ഐക്യതയ്ക്ക് ഭംഗം വരുത്തുന്ന, പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന, പരിശുദ്ധാത്മ പ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്ന ധാരാളം ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അവരെക്കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യമല്ല ഇത്. യവനായ യഹൂദന്മാർ ഉന്നയിച്ച പ്രശ്നം, അതിനകത്ത് കാര്യമുണ്ടായിരുന്നു. ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോസ്തലന്മാർ അതിന് വേണ്ട നടപടികൾ എടുത്തത്. അത് ദൈവസഭയ്ക്ക് അനുഗ്രഹമായി. അവരൊത്തിരി ബിസിയായിരുന്ന ആ സ്കെഡ്യൂൾ വിട്ട് അവരുടെ പ്രൈമറി കോളിങ്ങിൽ അവരെ ഒന്നുകൂടെ സമർപ്പിച്ചു നിന്നു, ഡെലിഗേറ്റ് ചെയ്തു. ഈ സോഷ്യൽ വർക്ക് 7 തിരഞ്ഞെടുക്കപ്പെട്ട ആത്മനിറവുള്ള പുരുഷന്മാർക്ക് ഈ കാര്യങ്ങൾ അങ്ങോട്ട് അവർ കൈമാറി. അത് നിമിത്തം 2 റിസൾട്ടാണ് ഉണ്ടായത്. ഒന്ന്, അടുത്ത ലീഡർഷിപ്പ് രംഗത്ത് വരികയാണ്. 2, ദൈവസഭ വളർന്നു എന്നാണ് അതിൻ്റെ 7-ാം വാക്യം പറയുന്നത്. ദൈവവചനം പരന്നു, യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ആദ്യ നൂറ്റാണ്ടിലെ യെരുശലേം സഭയുടെ ലീഡർഷിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട ഒരു അംഗം സ്തേഫാനോസ് പിൻകാലങ്ങളിൽ മാർട്ടിയറായി. അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പ്രോബ്ലത്തിലൂടെയാണ് താനും രംഗത്ത് വരുന്നത്. ലീഡർഷിപ്പിനെ എങ്ങൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ലോക്കൽ ചർച്ചിനകത്ത് ലീഡർഷിപ്പ് ഉണ്ട്. ആ ലീഡർഷിപ്പിനെ തിരഞ്ഞെടുത്ത് അപ്പോസ്തലന്മാർക്ക് അസിസ്റ്റ് ചെയ്യുവാൻ ഏൽപ്പിച്ചു. ഇവിടെ 1-2 കാര്യം കൂടെ ദൈവമക്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. ഈ 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് അവരെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ
പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അവിടെ ഞാൻ കാണുന്ന പിക്ചർ അടുത്ത നേതൃത്വത്തെ, അടുത്ത ലെവൽ ഓഫ് ലീഡർഷിപ്പിന് നേതൃത്വത്തിന് വ്യത്യസ്ത ലെവലുകളുണ്ട്. ടോപ്പ് ലീഡർഷിപ്പാണ് അപ്പോസ്തലന്മാർ. അവരെ ഭൗതിക കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുവാനാണ് ഈ 7 പേരെ എടുത്തിരിക്കുന്നത്. കൺട്രോൾ, ആത്മീക കാര്യത്തിൻ്റെയും ദൈവസഭയുടെയും കൺട്രോൾ അപ്പോസ്തലന്മാരുടെ കയ്യിലാണ്. അതുപോലെ നിങ്ങൾ ആ കീഴ്വഴക്കം ശ്രദ്ധിച്ചോ? തിരഞ്ഞെടുക്കപ്പെട്ട ഈ 7 പേരെ അപ്പോസ്തലന്മാരുടെ മുൻപിൽ കൊണ്ട് അവർ നിർത്തി. അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? അപ്പോസ്തലന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്, കൈവെപ്പ്, അതൊരു വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ലീഡർഷിപ്പിലേക്ക് വരുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോഴാകട്ടെ, ലോക്കൽ ചർച്ചിലെ നേതൃത്വം കരം വയ്ക്കുക, അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ഇംപാർട്ട് ചെയ്യുക, ദൈവകൃപയുടെ വ്യാപാരം ഇംപാർട്ട് ചെയ്യുക, ഇതൊക്കെ ദൈവവചനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നാം കാണുന്നത് അതിൻ്റെ 6-ാം വാക്യത്തിൽ അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 7 പുരുഷന്മാർ അപ്പോസ്തോലിക അധികാരത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് ഈ വാക്യം വളരെ സ്പഷ്ടമാണ്. അല്ലാതെ അപ്പോസ്തലന്മാരെ ഓവർടേക്ക് ചെയ്തു പോകുന്ന ഒരു രീതിയല്ലായിരുന്നു അവിടെ നമ്മൾ കാണുന്നത്. ലീഡർഷിപ്പിന് പല ലെവലുകളുണ്ട്. ഇവർ അപ്പോസ്തലന്മാർ, അതായത് പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലെ ടോപ്പായിട്ടുള്ള ആളുകളെ ഭൗതിക വിഷയത്തിൽ അവർ സഹായിക്കുവാനായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതിൻ്റെ കാരണം അപ്പോസ്തലന്മാർ വളരെ ബിസിയായി. അവരുടെ ആ ബിസി സ്കെഡ്യൂളിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ശുശ്രൂഷിക്കുവാനും അവരെ ഫ്രീ ആക്കുവാൻ വേണ്ടിയാണ് ഈ നെക്സ്റ്റ് ലെവൽ ഓഫ് ലീഡർഷിപ്പ്. ഇവരെ ഈ കാലഘട്ടങ്ങളിലെ കമ്മിറ്റി എന്ന വാക്ക് ഞാനങ്ങ് ഉപയോഗിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റിയായി നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ഇവരെ ഡീക്കന്മാരായി ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അപ്പോസ്തലന്മാരുടെ മുൻപാകെ കൊണ്ടുവന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. കൈവെപ്പ് ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോസ്തലന്മാരുടെ അധികാരത്തിൽ നിന്നും അവർ കൈവച്ച് മിനിസ്ട്രിക്കായി അവരെ വേർതിരിക്കുകയാണ്. ഏത് കാര്യത്തിനു വേണ്ടി തിരഞ്ഞെടുത്തുവോ ആ കാര്യം തൃപ്തികരമായി പൂർത്തീകരിക്കുവാൻ ദൈവത്തിന് മുൻപാകെ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പോസ്തലന്മാർ കൈവച്ച് പരസ്യമായി അവരെ അംഗീകരിക്കുകയും ദൈവകൃപയുടെ വ്യാപാരത്തിനായി അവരുടെ മേൽ കൈവയ്ക്കുകയും കൂടെയാണ്. ഇത് വളരെ ആവശ്യമാണ്. വേദപുസ്തകത്തിൽ കൈവെപ്പിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് കൈവെപ്പിനാൽ ലഭ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിലും 19-ാം അധ്യായം 1 മുതൽ 6 വരെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പത്രോസും പൗലോസും ഒക്കെ ആ ശുശ്രൂഷ ചെയ്തതായിട്ട് നാം കാണുന്നു. ഒരഭിഷക്തൻ ആത്മനിയോഗത്തിൽ തൻ്റെ കരം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ തയ്യാറുള്ള ഒരാളുടെ മേൽ വെക്കുമ്പോൾ ആത്മാവ് ആ വ്യക്തിയുടെ മേൽ വരുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. എന്നാൽ ഇങ്ങനെയൊരു കാര്യം ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിയോഗമില്ലാതെ ധാരാളം ആളുകൾ മറ്റാളുകളുടെ മേൽ കരം വയ്ക്കാറുണ്ട്. അങ്ങനെ വെച്ച് അവരെ പ്രത്യേക നിലയിൽ ഉന്തി തള്ളി ഒക്കെ ഇടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെങ്കിൽ എൻ്റെ കേൾവിക്കാർക്ക് അതിൻ്റെ അങ്ങനെയുള്ള അനുഭവങ്ങൾ കണ്ടേക്കാം. സഹോദരി സഹോദരന്മാരെ, ആത്മാവിൽ ആളുകൾ നിലത്ത് വീഴുവാൻ സാധ്യതയുണ്ട്. ഞാനത് തള്ളിക്കളയുന്നില്ല. അത് കൈവെക്കുമ്പോളാകാം, കൈവെക്കാതെയുമാകാം. പക്ഷേ അങ്ങനെ ഒരു കാര്യത്തിനായി പ്ലാൻ ചെയ്ത്
ആത്മാവിൻ്റെ നടത്തിപ്പില്ലാതെ ഒരാളിൻ്റെ ശിരസിൽ കരം വെച്ച് തള്ളിയിടുന്ന പ്രവണത വേദപുസ്തകത്തിലെ കാര്യങ്ങളല്ല. അത് ജഡത്തിൽ ചെയ്യുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അവിടെ ദൈവനാമ മഹത്വമല്ല സംഭവിക്കുന്നത്. അത് കണ്ടു നിൽക്കുന്നവർ മാത്രമല്ല, അത് അനുഭവിക്കുന്നവർ, അവർക്ക് പെട്ടെന്ന് ആത്മീക ശുശ്രൂഷകളോട് വളരെ അവരുടെ ഹൃദയത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും, പ്രയാസമുണ്ടാകും. അതിനെ അവർ റെസിസ്റ്റ് ചെയ്യും. നമുക്കൊരു ചേഞ്ച് ആവശ്യമാണ്. ജെനുവിനായി ഹോളി സ്പിരിറ്റ് വരും. ഞാനത് വിശ്വസിക്കുന്നു. ഹോളി സ്പിരിറ്റ് വരുമ്പോൾ വിവിധ നിലവാരത്തിൽ മാനിഫെസ്റ്റേഷൻസ് വരാൻ സാധ്യതകളുണ്ട്. ദൈവവചനത്തിൽ നമുക്കത് പലയിടങ്ങളിൽ കാണുവാൻ കഴിയും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇന്നതേ സംഭവിക്കാവൂ എന്നൊന്നും ഇല്ല. ആത്മാവിൻ്റെ ബലവും ശക്തിയും വ്യാപരിക്കുമ്പോൾ മനുഷ്യനല്ല തീരുമാനിക്കുന്നത് എന്താണ് സംഭവിക്കേണ്ടതെന്ന്. ഞാനിവിടെ പറഞ്ഞത്, കൈവെപ്പിൻ്റെ ശുശ്രൂഷ ഉള്ളപ്പോൾ ആ ശുശ്രൂഷ ഉള്ളതുകൊണ്ട് അതിൻ്റെ മറ പിടിച്ച് ജഡത്തിൽ ശുശ്രൂഷിച്ച് സഭകളിലും വ്യക്തികളിലും കൺഫ്യൂഷൻസ് ഇടുന്ന ധാരാളം ആളുകളുണ്ട്. നാം അവരോട് എതിർത്തു നിൽക്കേണ്ടത് ആവശ്യമാണ്. അവർ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയല്ല, അവർ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടിയോ കർത്താവ് കൊടുത്ത ശുശ്രൂഷയോ അല്ല ചെയ്യുന്നത്. ദൈവസഭ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവദാസന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഒരു വിഷയം, കൈവെപ്പിലൂടെ ഹീലിംഗ് നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. യേശുവിൻ്റെ നാമത്തിൽ ഒരഭിഷക്തൻ ആത്മനിയോഗത്തിൽ രോഗികളുടെ മേൽ കരം വെച്ചാൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വരും. ദൈവവചനം നമ്മളെ അത് പഠിപ്പിക്കുന്നു. മൂന്നാമതായി, ലീഡേഴ്സിനെ കമ്മീഷൻ ചെയ്യുവാൻ, മൂപ്പന്മാരെ ആകട്ടെ ഡീക്കന്മാരെ ആകട്ടെ കമ്മീഷൻ ചെയ്യുമ്പോൾ അവരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിക്കും. അതൊക്കെ ദൈവവചനത്തിൻ്റെ പതിവാണ്. തിമോത്തിയോസിനോട് പൗലോസ് പറയുമ്പോൾ താൻ ഒരു പ്രയോഗം ഉപയോഗിക്കുന്നുണ്ട്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം. അപ്പം കരം വയ്ക്കുന്നത് നിമിത്തം ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റിൻ്റെ ഇംപാർട്ടേഷൻസ് ഉണ്ടാകും. കൈവെപ്പ് ശുശ്രൂഷ വളരെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. എന്നാൽ ഈ തരുണത്തിൽ ഞാൻ ദൈവമക്കളോട് ഒരു വാണിംഗ് ആയിട്ടും പറയാം, ആരുടെയും അടുക്കൽ പോയി തല കൊടുക്കരുത്. ഏതെങ്കിലും ഒരു ക്രൂസൈഡിലോ ഏതെങ്കിലും ഒരിടത്തോ ഒരാൾ ഒരു ഓൾട്ടർ കോൾ കൊടുക്കുമ്പോൾ നമ്മൾ ആവേശത്തിൻ്റെ പുറത്തല്ല പോകുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്നവർ ഓടുന്നത് കൊണ്ട് നമ്മൾ ഓടുകയല്ല. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആത്മാവ് നമുക്ക് തരുന്ന നിയോഗമനുസരിച്ചാണ് നമ്മൾ ഒരാളുടെ പ്രാർത്ഥനയ്ക്കായി മുന്നോട്ട് പോകേണ്ടത്. എന്തിനാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? ഒന്നുകിൽ രോഗസൗഖ്യത്തിന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റുകൾക്ക്. ഇങ്ങനെയുള്ള കാര്യത്തിനാണല്ലോ മുന്നോട്ട് പോകുന്നത്. ഒരു അഭിഷക്തനാണ് എന്ന് നിങ്ങൾ ധരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വ്യക്തിയെ അറിയില്ല, അദ്ദേഹത്തിൻ്റെ രഹസ്യ ജീവിതം അറിയില്ല, അദ്ദേഹം പാപം ചെയ്തിരിക്കുന്ന ഒരാളാണോ, അദ്ദേഹത്തിൽ വ്യാപരിക്കുന്നത് എന്താണ്, നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമില്ലാതെ നിങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ ആ കരം വയ്ക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുകയാണെങ്കിൽ, ഒരഭിഷക്തൻ കരം വെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമെങ്കിൽ അഭിഷേകമില്ലാതെ മറ്റൊരു വ്യാപാരമുള്ളിടത്ത് നിങ്ങൾ ആ തല കൊണ്ട് കൊടുത്താൽ എന്തു സംഭവിക്കും? ദൈവമക്കൾ ചിന്തിക്കുക. കൈവെപ്പ് ശുശ്രൂഷ വളരെ പഠിക്കേണ്ട കാര്യമാണ്. അപ്പോസ്തലന്മാർ അത് ചെയ്തിരുന്നു. ആ ദൈവവചനത്തിലെ ഒരു സത്യമാണ്, അടിസ്ഥാന ഉപദേശമാണ്. ദൈവസഭകളിൽ ഇതിനെക്കുറിച്ചുള്ള ഗൗരവമേറിയ ടീച്ചിങ്ങുകൾ ഇല്ലാത്തത് കൊണ്ടാണ് പലരും തെറ്റിപ്പോകുന്നത്.
അതുപോലെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ പെട്ടെന്ന് സൂചിപ്പിക്കുവാൻ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് തരികയാണ്. പെട്ടെന്ന് ഒരാളുടെ മേൽ കരം വെക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വിശേഷാൽ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കുമ്പോൾ പെട്ടെന്ന് കരം വെച്ച് വേർതിരിക്കരുത്. എല്ലാം ആത്മാവിൻ്റെ നടത്തിപ്പിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഈ തിരഞ്ഞെടുക്കപ്പെട്ട 7 പേരുടെ മേൽ അപ്പോസ്തലന്മാർ കരം വെച്ചു. അവരെ ആ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. അവരിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ്. സ്തേഫാനോസ് എന്ന ആ പ്രയോഗം മലയാള വാക്കാണ് കുറച്ചുകൂടെ മൂല വാക്കാകുന്ന ഗ്രീക്കിനോട് യോജിച്ചു വരുന്നത്. ഗ്രീക്കിലും സ്തേഫാനോസ് എന്നൊരു പ്രയോഗമാണ്. അർത്ഥം ക്രൗൺ, കിരീടം. വളരെ ദൈവകൃപയുള്ള ആത്മനിറവുള്ള ഒരു ഭക്തനായി സ്തേഫാനോസിനെ 6-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളിലാണ് താൻ ഡീക്കന്മാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ തിരഞ്ഞെടുക്കപ്പെടുവാനുള്ള കാരണം ഞാൻ ദൈവമക്കളോട് സൂചിപ്പിച്ചു. ആ ചർച്ചിൽ ഉണ്ടായ ഒരു പിറുപിറുപ്പിനെ തുടർന്നാണ് അടുത്ത ലെവൽ ഓഫ് ലീഡർഷിപ്പ് രംഗത്ത് വരുന്നത്. തന്നെ വാസ്തവത്തിൽ എടുക്കുന്നത് തൻ്റെ ചുമതല മേശമേൽ ശുശ്രൂഷിക്കുവാനാണ്. സാമ്പത്തിക കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്യുകയും അത് കൊടുക്കേണ്ടവർക്ക് അപ്പോസ്തലന്മാരുടെ നിർദ്ദേശമനുസരിച്ച് കൊടുക്കുവാനും ഒരു പക്ഷെങ്കിൽ ആഹാരത്തിൻ്റെ ക്രമീകരണങ്ങളിലും ഈ 7 പുരുഷന്മാർ ഇൻവോൾവ് ആയിരിക്കുവാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഭൗതികമായ വിഷയങ്ങളിൽ അപ്പോസ്തലന്മാരെ അസിസ്റ്റ് ചെയ്യുവാനാണ് ഈ 7 പുരുഷന്മാർ. അവരിൽ ഒരുവനായിരുന്നു സ്തേഫാനോസ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഭൗതിക വിഷയങ്ങളിൽ ശുശ്രൂഷിക്കുന്നത് തരം താണ ശുശ്രൂഷ ആയതുകൊണ്ടല്ല അപ്പോസ്തലന്മാർ അത് വിട്ടിട്ട് ദൈവവചനത്തിലും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാനായി അവർ വേർതിരിയുന്നത്. അതിൻ്റെ കാരണം അവരുടെ പ്രധാനപ്പെട്ട കോളിംഗ് അതായതുകൊണ്ടും ഈ ശുശ്രൂഷയ്ക്ക് ദൈവം വേറെ ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് ആ മിനിസ്ട്രി അവർ ഡെലിഗേറ്റ് ചെയ്യുകയാണ്. ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ വിവിധ ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ദൈവസഭ നന്നായി സ്മൂത്തായി ഫങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ ദൈവമക്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ, മേശമേൽ ശുശ്രൂഷിക്കുവാൻ അപ്പോസ്തലന്മാർ വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയ. ആ വാക്യം ഞാൻ ഒരിക്കൽ കൂടെ ദൈവമക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. ആകയാൽ സഹോദരന്മാരെ, 3-ാം വാക്യം, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാർ. പരിശുദ്ധാത്മ നിറവുള്ളവരായിരിക്കണം, ജ്ഞാനത്താൽ നിറഞ്ഞവരായിരിക്കണം, നല്ല സാക്ഷ്യമുള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ള 7 പേരെയാണ് തിരഞ്ഞെടുക്കുവാനായി അപ്പോസ്തലന്മാർ നിർദ്ദേശിക്കുന്നത്. മേശമേൽ ശുശ്രൂഷിക്കുവാൻ ഭൗതിക കാര്യത്തിന് പരിശുദ്ധാത്മ നിറവിൻ്റെ ആവശ്യമുണ്ടോ? ഈ കാലഘട്ടത്തിലെ പ്രാദേശിക സഭകൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഭൗതികമായ കാര്യങ്ങൾ അഡ്മിനിസ്റ്റർ ചെയ്യുവാൻ ഹോളി സ്പിരിറ്റിൻ്റെ ഫുൾനെസ് അപ്പോസ്തലന്മാർ ആഗ്രഹിച്ചു. അങ്ങനെയുള്ളവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. അവിടെ ഒരു മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടാം. സഭയിൽ എല്ലാവർക്കും ആത്മനിറവ് ഇല്ല എന്ന കാര്യവും ആ കാര്യത്തിൽ വളരെ വ്യക്തമാണ്. കാരണം അല്ലായിരുന്നെങ്കിൽ അവർക്ക് പറഞ്ഞാൽ മതിയായിരുന്നു 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുക. അങ്ങനെയല്ല അവർ പറഞ്ഞത്. ആത്മനിറവുള്ളവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആത്മനിറവില്ലാത്തവരാണെങ്കിൽ വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ്
അനേക പ്രാദേശിക സഭകളിൽ പ്രശ്നമുണ്ടാകുന്നത്. ആത്മീക ശുശ്രൂഷകളെല്ലാം സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള ആളുകളാണ് ചെയ്യേണ്ടത്. ഇവിടെ ഭൗതിക കാര്യങ്ങളാണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അതും ആത്മീക ശുശ്രൂഷയുടെ ഭാഗമായി നാം കരുതുന്നതിൽ തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മ നിറവല്ലല്ലോ എല്ലാവർക്കുമുള്ളത്. അങ്ങനെയാണെങ്കിൽ ആത്മനിറവുള്ളവരെ എങ്ങനെ കണ്ടുപിടിക്കുവാൻ കഴിയും? ആ സമയമായപ്പോഴത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ ദൈവസഭയിലുണ്ട്, യെരുശലേം സഭയിലുണ്ട്. പരിശുദ്ധാത്മ പൂർണ്ണരായ ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കുവാൻ കഴിയും? തീർച്ചയായും ഇതിനോടകം ആത്മപൂർണരായ ഈ സഹോദരന്മാർ ആത്മാവിൻ്റെ ഫലം അവരിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അത് കണ്ട് അവരെ ഇവർ ഐഡന്റിഫൈ ചെയ്ത് കാണും. ഒരു പക്ഷെങ്കിൽ ആ ആത്മാവിൻ്റെ ഫലം നിമിത്തമായിരിക്കും നല്ല സാക്ഷ്യം, ഗുഡ് റെപ്യൂട്ടേഷൻ ഇവർക്കുണ്ടായത്. അങ്ങനെയുള്ളവരെയാണ് മേശമേൽ ശുശ്രൂഷിക്കുവാനായി അപ്പോസ്തോലന്മാർ അവരുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ച് അവരെ നിയോഗിക്കുന്നത്. അവരിൽ ഒരുവനായിരുന്നു സ്റ്റീഫൻ. അവിടെയാണ് തൻ്റെ ശുശ്രൂഷ തുടങ്ങുന്നതായിട്ട് കാണുന്നത്. എന്നാൽ ഈ 6-ാം അധ്യായത്തിൽ തന്നെക്കുറിച്ച് മറ്റൊരു കാര്യം കൂടെ പറയുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഈ വാക്ക് കൂട്ടത്തിന് ഒക്കെയും ബോധ്യമായി, വിശ്വാസവും പരിശുദ്ധാത്മാവ് നിറഞ്ഞ പുരുഷന്മാരായ സ്തെഫാനോസ്. അപ്പൊ സ്തെഫാനോസ് ആത്മപൂർണനായിരുന്നു, അദ്ദേഹത്തിന് ജ്ഞാനമുള്ളയാളായിരുന്നു, അദ്ദേഹത്തിന് നല്ല സാക്ഷ്യമുള്ളയാളായിരുന്നു, അദ്ദേഹത്തിന് വിശ്വാസമുള്ളയാളായിരുന്നു. എന്നിട്ട് താഴോട്ട് നാം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി. കൃപയുള്ളവനായിരുന്നു, ശക്തിയുള്ളവനായിരുന്നു. ആ ശക്തി എന്ന വിഷയം, പവർ എന്ന വിഷയം താഴോട്ട് വായിക്കുമ്പോൾ ആ ശക്തി പ്രകടനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. മേശമേൽ ശുശ്രൂഷിക്കുവാൻ നിയോഗിക്കപ്പെട്ടവൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം തന്നെ മിനിസ്ട്രിയുടെ അടുത്ത പടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തുവാൻ തുടങ്ങി. വലിയ ദൈവപ്രവൃത്തികൾ സംഭവിക്കാൻ തുടങ്ങി. കർത്താവ് തന്നിലൂടെ മഹത്വമെടുക്കുവാൻ തുടങ്ങി. അപ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ ശുശ്രൂഷകളായി ആദ്യം ദൈവം നമുക്ക് തരുമ്പോൾ, ദൈവം അനുവദിക്കുമ്പോൾ, അതിൽ നാം വിശ്വസ്തരാണെങ്കിൽ അതിനകത്ത് നിന്ന് അടുത്ത പടിയിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവത്തിന് കഴിയും. ഒരു പ്രോബ്ലം സഭയിൽ വന്നപ്പോഴാണ് താൻ രംഗത്ത് വരുന്നത്. രംഗത്ത് വന്ന് തന്നെ ഏൽപ്പിക്കുന്നത് മേശമേൽ ശുശ്രൂഷിക്കാൻ, അക്കൗണ്ടുകളൊക്കെ നോക്കുവാൻ, ഭക്ഷണകാര്യങ്ങൾ ക്രമീകരിക്കുവാൻ. പക്ഷേ അതിൽ ഈ ആത്മപൂർണൻ വിശ്വസ്തനായി നിന്നു. അതുകൊണ്ട് ഈ 7 പുരുഷന്മാരിൽ വളരെ പ്രോമിനന്റ് ഫിഗറായിട്ട് താൻ പിൻകാലങ്ങളിൽ വെളിപ്പെട്ടു വരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തിപ്രകടനങ്ങൾ തന്നിലൂടെ ഉണ്ടാകുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിക്കുകയാണ്. ദൈവം ഒരു ചെറിയ കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിൽ വിശ്വസ്തനായി നിന്നാൽ അടുത്ത പടികളിലേക്ക് നടത്തുവാൻ ദൈവത്തിന് കഴിയും. പെട്ടെന്നൊരു ദിവസം ഒരു വലിയ മിനിസ്ട്രി അങ്ങ് ഏൽപ്പിക്കുകയല്ല. ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ അതിൽ വിശ്വസ്തനാണെങ്കിൽ ദൈവഹിതപ്രകാരമുള്ള ഉയർച്ചകൾ തരുവാൻ കർത്താവിന് കഴിയും. കർത്താവ് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷി എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ആരംഭമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ നടത്തിയത്. യവനായ യഹൂദന്മാരും എബ്രായ യഹൂദന്മാരും തമ്മിലുള്ള ഒരു പിറുപിറുപ്പിനെ തുടർന്ന് ഡീക്കന്മാരായ 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കുന്നു. അതിലൊരുവനായിരുന്നു സ്തെഫാനോസ്.
നല്ല സാക്ഷ്യമുള്ള ആത്മപൂർണനായ മനുഷ്യൻ. അടുത്ത എപ്പിസോഡിൽ അദ്ദേഹത്തെക്കുറിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ ദൈവമക്കളായ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. ഒന്ന്, കൈവെപ്പ് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നാം വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് എന്ന് ദൈവദാസന്മാരോടും അത് സൂക്ഷിച്ച് സ്വീകരിക്കേണ്ടതാണെന്ന് ജനത്തോട് ഞാൻ ദൈവവചനത്തിലൂടെ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒരുപക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില തെറ്റുകൾ വന്നു കാണും. അത് ദൈവത്തോട് പറഞ്ഞാൽ മതി. മേലാൽ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒരു കാര്യം കൂടെ, വളരെ പ്രായോഗികമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെ ഒരു പ്രാദേശിക സഭയിൽ ഒരു 100 പേര് ഉണ്ട് എന്നിരിക്കട്ടെ. നിങ്ങൾ ഒരു ഗസ്റ്റ് പാസ്റ്ററെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹം പലരുടെ മേലും ഒന്ന് കരം വെക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു നിയോഗമില്ല. എന്തോ പരിശുദ്ധാത്മാവ് ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് തരുന്നില്ല. അപ്പോൾ അദ്ദേഹം ഓൾട്ടർ കോൾ വിളിക്കുകയാണെങ്കിൽ പോകത്തില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷേ ഓൾട്ടർ കോൾ വിളിക്കുന്നതിന് പകരം അദ്ദേഹം ഓരോ ആളുകളുടെ അടുക്കലേക്ക് പോയി കരം വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? വളരെ പ്രായോഗികമായ കാര്യമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ അദ്ദേഹം കരം വെക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നില്ല. എന്തു ചെയ്യണം? വളരെ പ്രായോഗികമായ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ആ വിഷയത്തിൽ നിങ്ങളെ സംബന്ധിച്ചുള്ളൂ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുക, കർത്താവേ, തിരുഹിതമല്ലെങ്കിൽ